ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഒരു വിഷു സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? നല്ല നെയ്യൊക്കെ ചേർത്തിട്ട് ശർക്കരയൊക്കെ ചേർത്തിട്ടുള്ള നല്ല മധുരമുള്ള മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല പഴുത്തിട്ടുള്ള നാട്ടുമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിനെ ചപ്പിക്കുടിയ മാങ്ങ എന്നും വിളിക്കും. അപ്പൊ നമ്മൾ ഇതിന്റെ തൊലിയൊക്കെ ഇളക്കി കൊടുക്കാൻ പോവാണ്. ഈ തൊലിയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കണം. അങ്ങനെ എല്ലാ മാങ്ങയുടെയും തൊലി ഇളക്കിയതിന് ശേഷം നമ്മൾ അതൊരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു കപ്പിലധികം ഉണ്ട്. ഒരിത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ സവാളയോ വെളുത്തുള്ളിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ മിക്സ് ഇവിടെ ഇരുന്ന് നന്നായി തിളക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്കൊരു തേങ്ങയുടെ മിക്സ് തയ്യാറാക്കാനുണ്ട്. തേങ്ങ, ഒരു ചെറിയ സ്പൂൺ ജീരകം, പിന്നെ നല്ല പുളിയുള്ള ഒരു സ്പൂൺ തൈരുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പം നമ്മൾ നേരത്തെ ചേർത്ത ശർക്കരയും മാങ്ങയും കൂടി നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി ഒന്ന് വഴണ്ടി വരണം. മാങ്ങയിലേക്ക് നന്നായി പിടിക്കണം. ഈ സമയത്ത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്തിട്ട് ഒന്ന് തിളച്ചു വരുമ്പോൾ, അധികം തിളപ്പിക്കണ്ട, ഒന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് താളിച്ചൊഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ല എളുപ്പത്തിൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നമ്മൾ വറുത്തിടുമ്പോൾ അത് നെയ്യിലായിരിക്കണം വറുത്തിടുന്നത്. എന്നാൽ കറിക്ക് ഒരു പ്രത്യേക തരം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ നെയ്യും ശർക്കരയും നല്ല മധുരമുള്ള നാട്ടുമാങ്ങയും എല്ലാം കൂടി ചേർന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കറി. അപ്പോൾ വിഷു സ്പെഷ്യലായിട്ട് എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല മധുരമുള്ള കറിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചോറിൻ്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിൽ അവർ കഴിച്ചോളും.